നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ബ്രസീലിനോട് പൊട്ടി സംഗതിയായി കൈവിട്ടു പോയ ശേഷം ജാപ്പാനീസ് താരം കെൻഡോ ഷിയോഗായി വിശദീകരണമായി വന്നിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ലെന്ന്. ഏത് കളിക്ക് മുമ്പ് അയാൾ പറഞ്ഞില്ലേ, ബ്രസീലോ എന്ത് ബ്രസീൽ, ഇപ്പോൾ ബ്രസീലൊന്നും ഒന്നുമല്ല, അർജൻറ്റീനയും ഫ്രാൻസുമാണ് നല്ല ടീമുകൾ. നെയ്മറോ എന്ത് നെയ്മർ, നെയ്മർക്ക് പ്രായമൊക്കെ കൂടിയില്ലേ, പഴയ നെയ്മറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അത് വലിയ രൂപത്തിൽ ചർച്ചയായി വിവാദമായി. നമ്മളിങ്ങനെ വെറുതെ പ്രചരിപ്പിക്കുന്നതല്ല. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ആഞ്ചലോട്ടി പക്ഷേ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. ആ മൈൻഡ് ഗെയിമിന് ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാർക്കിനോസ് കൃത്യമായിട്ട് പറഞ്ഞത് അഹങ്കാരമാണ്. അവരിങ്ങനെ സംസാരിക്കട്ടെ, അവരോട് സംസാരിക്കട്ടെ, അത് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. കളി കഴിഞ്ഞിട്ടാ മാത്യസ് കുഞ്ഞ ഇവനോട് തന്നെ, ഈ കെൻഡോയോട് തന്നെ പറഞ്ഞു, ഞാൻ കഞ്ചി കപ്പുണ്ട്, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം, നീ ഒന്ന് അടങ്ങ്, ഒരു പൊടിക്കടങ്ങ്, നിൻ്റെ ശബ്ദം ഒന്ന് താഴ്ത്ത് എന്ന് പറയുണ്ടായി. പിന്നെ പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ മിക്സഡ് സോണിൽ കാണുമ്പോഴും കുഞ്ഞത് വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് പുറമേ ഉള്ളവർ പറയുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ലെഗസി എന്താണ് അതുകൂടി നോക്കണമല്ലോ, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാമെന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് കൈവിട്ട് പോയപ്പോൾ ഇപ്പോൾ കെൻഡോ ഷിയോഗായി വിശദീകരണവുമായിട്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ബ്രസീൽ വീക്ക് ടീമാണ് എന്നല്ല, ബ്രസീൽ ഒരു ദുർബല ടീമാണ് എന്ന ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നെയ്മറുടെ ഗോളുകൾ, ഞങ്ങൾക്കെതിരെ നേരത്തെ നെയ്മർ നേരിട്ടുള്ള ഗോളുകൾ, അതെല്ലാം കഴിഞ്ഞ കാര്യമാണ് എന്നാണ്. അതിപ്പോൾ ഈ പ്രസൻറ്റിൽ അതിനൊന്നും റിലവൻസ് ഇല്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി, ഈ ഒരു പോയിന്റിലേക്ക് എത്തി, അതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്, കാര്യങ്ങൾ ഈ രൂപത്തിലേക്ക് മാറി മറിഞ്ഞതിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണിപ്പോൾ കെൻഡോ ഷിയോഗായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കെൻഡോയുടെ വാക്കുകൾ ബ്രസീലിന് വലിയ രൂപത്തിൽ മോട്ടിവേഷനായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ട്. കാരണം താരങ്ങളൊക്കെ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. കെൻഡോ ഷിയോഗായി അദ്ദേഹം ജാപ്പാനീസ് ടീമിന് വേണ്ടി കുറച്ച് കാലമായിട്ട് അദ്ദേഹം സ്ക്വാഡിലൊക്കെ കാണുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാവി പലരും കണക്കാക്കുന്ന ഒരു കളിക്കാരനാണ്. നിലവിൽ അദ്ദേഹം VFL വോൾസ്ബർഗിന് വേണ്ടി കളിക്കുന്നയാളാണ്. 2026 മുതലാണ് അദ്ദേഹത്തിൻ്റെ ജാപ്പാനീസ് കരിയർ ആരംഭിക്കുന്നതെങ്കിലും 2023 മുതൽ അവരുടെ അണ്ടർ-18, അണ്ടർ-19, അണ്ടർ-23 ടീമുകൾക്കൊക്കെ വേണ്ടി കളിക്കുന്നയാളാണ്. മുന്നേറ്റത്തിൻ്റെ താരമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ രൂപത്തിൽ ചർച്ചയായി. വേൾഡ് കപ്പിന് എത്തിയിട്ട് ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും, ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു താരമായിട്ട് പേരെടുത്തിട്ടാണ് അവൻ മടങ്ങുന്നത്. പക്ഷേ നല്ല പേരാണോ ചീത്ത പേരാണോ എന്നുള്ളത് വേറെ കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.